ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സമൂസ. 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 5 ബീൻസ്, ഒരു സവാള, കുറച്ച് ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചക്കറി ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ നമുക്ക് സമൂസ തയ്യാറാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ ഇറച്ചി മസാല. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ശേഷം ഒരു നുള്ള് നമ്മുടെ സാദാ ജീരകം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം സബ് ചെയ്താൽ മതി കേട്ടോ. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളായിട്ട് വരാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസയുടെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഉണ്ടാക്കാം. ഈ സമൂസ ഉണ്ടാക്കുന്ന ഷീറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ കോണായി മടക്കി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മളതിനെ വീണ്ടും ഒന്ന് മടക്കുക. ഇതിൻ്റെ സൈഡിൽ മൈദ കുറുക്കിയിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എല്ലാം അതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ഷീറ്റ് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളെല്ലാം ഉണ്ടാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ തയ്യാറാക്കാം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് ഓരോ സമൂസയായിട്ട് ഇട്ട് കൊടുത്ത് മറിച്ചിട്ടും തിരിച്ചിട്ടും വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും സമൂസയൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല അടിപൊളി സമൂസയാണ്. അപ്പോൾ എണ്ണയുടെ കളറ് കണ്ടിട്ടൊന്നും തോന്നരുത്. അത് നമ്മുടെ സമൂസയുടെ ഉള്ളിലത്തെ മസാലയുടെ ഇതിറങ്ങണതാണ് എണ്ണയിലേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കണ്ടില്ലേ, നല്ല അടിപൊളി സമൂസയാണ് കേട്ടോ. 4 മണിക്ക് ചായക്കൊക്കെ നമുക്ക് എന്ത് പെട്ടെന്ന് സമൂസ ഉണ്ടാക്കാം. കടയിൽ പോയി ഒന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.